നീയോ? അയ്യോ, ഞാൻ എൻ്റെ മുറിയിലായിരുന്നു. അയ്യോ അയ്യോ. ഹായ് മോം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അത് ഫംഗ്ഷൻ തീർന്നപ്പോ പിന്നെ പെട്ടെന്ന് വന്നു. വാവ് അമ്മേ, നൈസ് ബാഗ്. ഈ ബാഗ് അമ്മ എപ്പോ വാങ്ങി? ഞാൻ ഇതുവരെ കണ്ടേയില്ലല്ലോ. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ അമ്മ എന്നെ കണ്ടിട്ട് എന്താ ഇത്ര ഷോക്കായി നിൽക്കുന്നത്? നമ്മുടെ സ്വന്തം വീട്ടിൽ എന്നെ കാണാതെ പിന്നെ എന്റെ പ്രേതത്തെയാണോ കാണുക? അതെന്തെന്നോ, എനിക്കൊട്ടും തോന്നിയില്ല നീ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. നീ ആ നമ്പ്യാരുടെ വീട്ടിൽ പോയിരിക്കലായിരുന്നോ പൂജ ആഘോഷിക്കാൻ? അപ്പോൾ ഞാൻ വിചാരിച്ചു നീ എത്താൻ വൈകുമെന്ന്. അതുകൊണ്ടാ. എഴുത്തടിച്ച കിളവി, എന്റെ മുകളിൽ നിന്ന് എണീക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീഴ്ത്തും. ഓ ഗോഡ്, ഇവർക്ക് ഭാരം കുറച്ച് കൂടുതലാണല്ലോ. അത് അമ്മേ, അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷൻ കഴിഞ്ഞെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നെത്തി. ശരി, അമ്മ പോക്കോ, പോയി വിശ്രമിക്കേ. നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. യു ആൻഡ് മീ ഹാവിംഗ് എ ലോങ് ടയറിംഗ് ഡേ. അപ്പോ അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ആൻഡ് അമ്മ മുകളിലുള്ള മുറിയിൽ പോയി കിടന്നോ. കാരണം ഇനി എന്റെ ഫേവറേറ്റ് ഫിലിം വരാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ രാത്രി ഒരുപാട് വൈകി കിടക്കും. അത് അമ്മയ്ക്കൊരു ഡിസ്റ്റർബ് ആകാം. വെറുതെ അമ്മേ, അമ്മയുടെ ബാഗ്. ശരി മോനെ, ബൈ ബൈ. ഡോണ്ട് ലെറ്റ് ദ ബഗ്സ് ബൈറ്റ്. മിണ്ടാതിരി, ഒച്ചയെടുക്കല്ലേ. അമ്മയെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്കറിയ. ഇപ്പൊ അങ്ങോട്ട് മുകളിലോട്ട് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. നീ ഒച്ചയെടുത്താൽ നമ്മുടെ ശബ്ദം കേട്ടാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും. പ്ലീസ് ഒച്ചയെടുക്കല്ലേ. നീ ഒച്ചയെടുക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ അമ്മ എന്റെ കയ്യിലാ ചവിട്ടിയത്. പ്ലീസ്, ഞാനൊന്നും ചെയ്യാം. നീ വാ പ്ലീസ്, വാന്നേ. ചുമ്മാ വെറുതെ സൈലൻസ്. വെള്ളം. ഓഹോ, വെള്ളമില്ല. എനിക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാനുള്ള ധൈര്യവും ഇല്ല. ഉറങ്ങാം. ഇതെന്താ ഇങ്ങനെ? കണ്ണടയ്ക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും മുന്നിൽ വന്ന് നിൽക്കുന്നു. അവരെ എന്തിനാ ഞാനിങ്ങനെ കാണുന്നത്? എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ അല ചുറ്റുന്ന പോലെയുണ്ട്. പെണ്ണെ, ഈ ഫോട്ടോ കണ്ട തോന്നും ഫോട്ടോ എടുക്കുന്ന ആളോട് എന്തോ ഔദാര്യം കാണിക്കുകയാണെന്ന്. ഇത്ര സിമ്പിൾ ആവേണ്ട കാര്യം എന്താണ് നിനക്ക്? കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിക്കൂടെ? ബട്ട് ഇതാ നിന്റെ ഏറ്റവും സ്റ്റൈലിഷ് ആയ കാര്യം. യു ആർ ഡിഫറെന്റ്. വാട്ട് ആം ഐ ഡൂയിങ്? കണ്ടോ, നിന്റെ ഫോട്ടോയോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കാം ഞാൻ. നിന്റെ കൂടെ കൂടിയിട്ട് ഞാനും മിസ്റ്റർ മെന്റലായിരിക്കാം. ലെറ്റ് മീ കോൾ ഹർ. ഇല്ല, ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ പാവയ്ക്കുണ്ടല്ലോ, ഇനി അവള് ഫോൺ ചെയ്യുകയാണെങ്കിൽ പറയാം നമ്പർ മാറി വിളിച്ചാന്ന്. വേണ്ട ഇഷ്ട, ഞാൻ എന്തൊക്കെ ഈ കാണിക്കുന്നേ? ജാനകി ആന്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജാനകി ആന്റിയുടെ കണ്ണിൽ ഞാൻ ഹീറോ. അവര് മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ ശരിക്കും. ലോക്രിയുടെ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും അതിന്റെ പിന്നിലുണ്ടായിരുന്നു.
ജാനകി ആന്റി എന്തിനാ അങ്ങനെ പറഞ്ഞത്? അഗ്നിയുടെ പിറകില് ഷേളിന്റെയും പൃഥ്വിയുടെയും കൈയുണ്ടെന്ന് എന്തോ ഉണ്ടായിട്ടുണ്ട്. ആന്റിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ആ പൃഥ്വിയെ പറ്റി. ഐ മീൻ പൃഥ്വി ഉടായിപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആന്റിക്കും അങ്ങനെ തോന്നാൻ കാരണം പിന്നെ പൃഥ്വിയുടെയും ഷേളിന്റെയും മുഖത്ത് നല്ല ഭയം ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഉണ്ടായി കാണുക ഒന്നും മനസ്സിലാവുന്നില്ല എന്തായിരിക്കുമെന്ന്. ആ പൃഥ്വി ആണെങ്കിൽ ഭൂലോകം ഉടായിപ്പാ, വൃത്തികെട്ടവൻ. ആ നാരയുടെ എന്തോ കാര്യം ജാനകി എനിക്കറിയാം. ഒരു പ്രാവശ്യം ജാനകി അവനുടെ ഓർമ്മകൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ എല്ലാം എനിക്ക് അറിയാൻ കഴിഞ്ഞേനെ. ആ പൃഥ്വി ഉണ്ടല്ലോ, നല്ല ടൈമാ അവന്റെ. ഡാമിറ്റ്, എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. തെളിയുന്നു. ആ ഇത് സത്യമാണ്. ഞാൻ ഷെർലിനെയാണ് സ്നേഹിക്കുന്നത്, ആ പ്രീതയല്ല. പിന്നെ ഷെർലിൻ എന്നെയാണ് സ്നേഹിക്കുന്നത്, രോഹിത്തിനല്ല. ആ നാണം കെട്ടവൻ കുറെയായി. നിശ്ചയം ഒരാളുടെ കൂടെ, പിന്നെ പ്രേമം വേറൊരുത്തിന്റെ കൂടെയോ? ഈ പ്രതി ഷെർലിനും ഇവര് എന്റെ പ്രീതയെയും രോഹിത്തിനെയും ചതിക്കുകയാണ്. ഇവർ രണ്ടാളും പ്രേമത്തിലാണ്. നിശ്ചയത്തിന്റെ അന്ന് ഞാൻ ഇവരെ കണ്ടിരുന്നു. ഈ ഷെർലിൻ രോഹിത്തിനെ ചതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവര് രണ്ടുപേരും എന്നെ കൊല്ലാനും നോക്കിയിരുന്നു. നീ എന്ത് വിട്ടിത്തരാ പറയുന്ന? ഇവര് നുണ പറയുവാ. ഞാൻ നീ എന്നെ അടിക്കുമല്ലേ? എന്താണ് നീ പ്രീതയെ പറഞ്ഞ? അവിടെ നിക്ക്, എങ്ങോട്ടാ നീ ഓടുന്നേ? അടിക്ക് ചേച്ചി. ആണത് കൊല്ലു ഞാൻ. ബേബി, എന്തു പറ്റിയതാ? നീ പല്ലിയെ കണ്ടോ? എന്തിനാ നീ ഇങ്ങനെ ഒച്ചയെടുത്തേ? ഒച്ചയെടുക്കാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ജീവൻ പോകുന്ന പോലെ തോന്നിയേ. എന്താണോ പേടിച്ചത് അതാണ് സംഭവിക്കുന്നത് പൃഥ്വി. ഞാൻ കണ്ടു എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. എന്താ നീ കണ്ടത്? ഞാനെല്ലാം കണ്ടു. നമ്മുടെ ഭാവിയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. എന്ത് ചെയ്യും പൊന്നു? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം പറ. നീ ഉറങ്ങുമ്പോ നിന്റെ തലച്ചോറും കൂടി ഉറങ്ങില്ലേ? പിന്നെ എങ്ങനെ നിന്റെ ഭാവി കാണാൻ പറ്റുന്നേ? ഭ്രാന്തുള്ളവരെ പോലെ സംസാരിക്കല്ലേ. പാതിരാത്രി ചുമ്മാ ടെൻഷൻ എടുപ്പിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. ഓക്കേ ഫൈൻ പറയ്, നീ എന്താ കണ്ടത് പറയ്. ഞാൻ കണ്ടത് ഈ ഷെർലിൻ രോഹിത്തിനെ ചതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവര് രണ്ടുപേരും എന്നെ കൊല്ലാനും നോക്കിയിരുന്നു. എടീ ചേച്ചി അടിക്കവളെ.
നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? നീ ശരിക്കും മണ്ടിയാണോ അതോ തലച്ചോറ് ആർക്കെങ്കിലും വിട്ടിട്ടാണോ വന്നത്? നീ എന്താ ആലോചിക്കണേ ഈ പാതിരാത്രിയില്? നീ ഒന്ന് ഉറങ്ങ്, പിന്നെ എന്നെ ഉറങ്ങാൻ വിട്. മണ്ടത്തരങ്ങൾ ആലോചിക്കുന്നത് നിർത്ത്, മനസ്സിലായോ? ഓക്കെ? ഇപ്പൊ മനസ്സിലായി ഈ പൃഥ്വി എന്നെ കാണുമ്പോ പേടിക്കുന്നത് എന്തിനെന്ന്, അവന്റെ മുഖം വാടുന്നത് എന്തിനെന്ന് മനസ്സിലായി. ഇത്ര വലിയ ചതി എന്റെ പൊന്നുമോളോട്. എന്റെ പൊന്നുമോൾ അവൻ വലിയ മാന്യനാണെന്നാ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവൾ എന്നോട് വഴക്കുണ്ടാക്കി എന്നെ സമ്മതിപ്പിക്കുന്നത്. നോക്കൂ, ആന്റിക്ക് പൃഥ്വിയേക്കാൾ കിരണ്ണല്ലേ ഇഷ്ടം. അതുകൊണ്ടല്ലേ നിങ്ങൾ അവനെ എന്നെ ബോയ് ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കുന്നേ. പക്ഷെ അവൻ എന്റെ ബോയ് ഫ്രണ്ടോ മറ്റോ ഒന്നുമല്ല. പിന്നെ എനിക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. എന്തിനാ വെറുതെ? അതെന്താ എന്റെ കിരണിന് എന്താ ഒരു കുറവ്? അപ്പൊ പൃഥ്വിക്ക് എന്താ കുറവ്? അഥവാ അമ്മ എനിക്ക് വേണ്ടി പൃഥ്വിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിച്ച് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ആവശ്യം വന്നപ്പോഴെല്ലാം പൃഥ്വി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നേ എനിക്ക് എല്ലാ തരത്തിലും ഒരു നല്ല ജീവിത പങ്കാളിയായിരിക്കും അവൻ. അല്ലെങ്കിൽ പൃഥ്വിക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടില്ലേ? പൃഥ്വിക്ക് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കിട്ടുമായിരിക്കും. എന്നല്ല, കിട്ടിയിട്ടുണ്ടല്ലോ. ഷെർലിനെ അവന് കിട്ടിയിട്ടുണ്ടല്ലോ. രണ്ടാളിലും അത്രയും സ്നേഹമുണ്ട്. ഏത് അപകടത്തിലും പരസ്പരം കാണുന്നത്ര സ്നേഹം. പിന്നെ എന്തിനാ എന്റെ പ്രീതയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? എന്റെ പ്രീത എന്തിന്? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും, എന്തെങ്കിലും കുതന്ത്രമായിരിക്കും. ഇവൻ അപകടകാരിയായ ആളാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഇത്ര വലിയ ചതിയോ? മതി മതി, ഇതൊരുപാടായി. ഇപ്പൊ തന്നെ എനിക്ക് പ്രീതയോട് എല്ലാ സത്യവും പറയണം. പൃഥ്വിയുടെയും ഷെർലിന്റെയും യഥാർത്ഥ മുഖം പ്രീതയെ കാണിക്കണം. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവിതം നരകമായി പോകും. ഈ അപകടകാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പൊ തന്നെ. ഒരു കാര്യം ചെയ്യാം. ജാനകി ആന്റി പോയി കണ്ട എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത്രയും മതി. പൃഥ്വി എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അത്. ഭയങ്കര കണ്ണിങ് ആവർത്തിട്ടവൻ. എപ്പോഴും വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കും. ഡാം ഇറ്റ്. ഇത്ര രാത്രി ആയി പോയില്ലേ? ഒരു കാര്യം ചെയ്യാം. ജാനകി ആന്റി ചെന്ന് കണ്ടു കളയാം. യെസ്, എന്തെങ്കിലും അറിയാൻ കഴിയുമായിരിക്കും. മാൻ, ഈ 3/4 ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവള് വീണ്ടും എന്നെ കളിയാക്കും. ചേഞ്ച് ചെയ്തേക്കാം. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെ വേണം. ഇത് തന്നെ ഇട്ടേക്കാം. റോഹിത്തേട്ടൻ ഇട്ടപ്പോ അവള് ഏട്ടനെ പ്രശംസിച്ചല്ലേ? ഇല്ല, ഞാൻ കിരൺ നമ്പ്യാരാ മോനെ, കിരൺ നമ്പ്യാർ. നോക്ക്, നിനക്ക് നിന്റെ സ്വന്തം സ്റ്റൈലുണ്ട്. നീ എന്താ വല്ല കോപ്പി കാറ്റും ആണോ? ഞാൻ എന്തിനാ ഡ്രസ്സൊക്കെ മാറ്റുന്നേ? ഡ്രസ്സ് നോക്കി വെറുതെ സമയം കളയില്ല കിരൺ. ജാനകി എന്നെ ഉറങ്ങിക്കാണും. ഇതൊക്കെ മതി, പോവാം. ഇതിനെന്താ കുഴപ്പം? പ്രീത മോളെ എഴുന്നേൽക്ക്. സൃഷ്ടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ എണീപ്പിക്കല്ലേന്ന്. എനിക്ക് ഒട്ടും വയ്യെന്നേ. പാവത്തിന് നല്ല വയ്യായികയുണ്ട്. രാവിലെ എണീപ്പിക്കാം. നാറി എന്റെ പ്രീതിയുടെ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയിരിക്കുക.
എന്റെ പ്രീതയുടെ വികാരങ്ങളെ മുതലെടുക്കുന്നു. ഈ രണ്ടുപേരും എന്റെ സ്വന്തം മക്കളെ പോലെ എത്ര പാവം പിടിച്ചവര്. പിന്നെ ആ കഴിവേറി എന്റെ പിള്ളേരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ പൃഥ്വിയെയും വെറുതെ വിടില്ല. പിന്നെ ഉടായിപ്പ ഷെർലിനെ ഞാൻ ഒറ്റയ്ക്ക് പോയി ആ ചെകുത്താനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ മകളെ ചതിച്ചുകൊണ്ട് സമാധാനമായി ഉറങ്ങുന്നു. ഞാൻ അവരുടെ ഉറക്കം കെടുത്തിയിരിക്കും. സഹിക്കാൻ കഴിയുന്നില്ല എനിക്കപ്പോഴേ ഒരു സമാധാനം കിട്ടും, അവരെ ഒരു പാഠം പഠിപ്പിച്ചതിന് ശേഷം. നന്നായി വിശക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും കഴിച്ചേക്കാം. ഹേയ്, നീയോ? എടാ നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആൾക്കാർ എന്തിനാ ഏട്ടാ കിച്ചണിൽ വരുന്നേ? എനിക്ക് വിശക്കാന്നേ, എന്തെങ്കിലും കഴിക്കാൻ വന്നയാ. ഒരുപാട് ഡയലോഗൊന്നും അടിക്കണ്ട, സിമ്പിൾ ആയിട്ട് പറ എനിക്ക് വിശക്കുന്നെന്ന്. അതിന് ഞാനെന്താ പറഞ്ഞേ? നീ എന്താ തിന്നോണ്ടിരുന്നേ? എന്താ തിന്നോണ്ടിരുന്നേന്നോ? ഒരു ലഡുവിന് വേണ്ടി കിച്ചൺ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും പോലും കിട്ടിയില്ല. അച്ഛൻ മുഴുവൻ തിന്ന് തീർത്തു കഴിഞ്ഞു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ വിചാരിച്ചു മോനെ, ലഡു ഇല്ലെങ്കിൽ എന്താ ഏട്ടാ, നമുക്ക് രണ്ടുപേർക്ക് ആപ്പിൾ കഴിക്കാം. ഇന്നാ പിടിക്കേ. ആരോ പറഞ്ഞിട്ടുണ്ട് ആൻ ആപ്പിൾ ഇടയെന്ന്, അതുകൊണ്ട് രണ്ടാമത് പറ്റില്ല. എനിക്ക് ഇതോടെ വിശക്ക ഏട്ടാ. ഏയ്, ഇങ്ങനെയാണോടാ കഴിക്കുന്നേ? ഇതാ നിനക്കറിയാലോ ഞാനിന്നൊന്നും കഴിച്ചിട്ടേ ഇല്ലാന്ന്. ഞാൻ വിചാരിച്ചതാ നന്നായി കഴിക്കണമെന്ന്. ജാനകി ആന്റിക്ക് ഇന്ന് വയ്യാതായില്ലേ, അതുകൊണ്ട് പറ്റിയില്ല. രാവിലെ കളിക്കാൻ പോവേണ്ടതുകൊണ്ടാ എന്തെങ്കിലും കഴിക്കാന്ന് കരുതിയത്. രോഹിതേട്ടാ, നീ പൃഥ്വിയെ പറ്റി എന്തോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നില്ലേ? എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ആ വോട്ട് എന്താ? ഈടാ നീ അത്ര ശ്രദ്ധയൊന്നും അതിന് കൊടുക്കണ്ട, അതങ്ങ് വിട്ടേക്ക്. ഇത് ആപ്പിൾ കഴിക്ക്, നല്ല പയനാവൻ. ഭയങ്കര സൂത്രക്കാരനാ എന്റെ ഏട്ടൻ. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ തലയിൽ എന്താ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. നിനക്ക് എന്നെ കുറിച്ച ചിന്ത, റൈറ്റ്? ഞാൻ ഒരു പ്രോബ്ലത്തിലും പെടാൻ പാടില്ല. നിന്റെ കയ്യിൽ പൃഥ്വിയുടെ ഒരു ഇൻഫർമേഷനും ഇല്ല. ഒരു കുഴപ്പമില്ല മോനെ, ഞാൻ എന്റെ സ്വന്തം രീതിയിൽ തന്നെ അന്വേഷിച്ചോളാം. ഇതോടെ കഴിക്ക്. വേണ്ടേട്ടാ, ഗുഡ് നൈറ്റ്. എങ്ങോട്ട് പോവാ ഗുഡ് നൈറ്റും പറഞ്ഞ്? അഥവാ ജാനകി ആന്റി കാണാനാ ഞാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ എന്നെ ഉറപ്പായിട്ടും തടയും. അതോ ഞാൻ കരുതി അത് ഒന്ന് നടന്നിട്ട് വരാമെന്ന്. കുറച്ച് ഫ്രഷ് ആവുമല്ലോ ഏട്ടാ, പോർച്ചേരി വരെ. എന്നാ ശരി, ഞാനും കൂടെ വരാം. ആ എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, അത് പിന്നെ നിനക്ക് ഉറങ്ങണ്ടേ? ആ ഉറങ്ങണം, പക്ഷെ എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. കുറച്ചേരം നിന്റെ കൂടെ നടന്നു കഴിഞ്ഞാലേ ചിലപ്പോ ഉറക്കം വരുമായിരിക്കും. വാ പോ. ഈ വൃത്തികെട്ട പൃഥ്വി കാരണം എന്റെ ഉറക്കം പോയി. ഓ ഗോഡ്, എന്റെ ഈ അപേക്ഷ ഒന്ന് കേൾക്കണേ. ആ പൃഥ്വിയുടെ ഉറക്കം മാത്രമല്ല, അവന്റെ ബോധം തന്നെ പോണേ. പോം. സാറിനെ നോക്ക്, കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? Damn it. എങ്ങാനും എന്റെ സ്വപ്നം സത്യമായാലോ? നാളെ ജാനകിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയാലോ? പ്രീതിയും സൃഷ്ടിയും, അവർ രണ്ടുപേരും എന്നെ ചമ്മന്തിയാക്കും. പ്രത്യേകിച്ച് ആ പെണ്ണ് സൃഷ്ടി. അവര് രണ്ടുപേരും എന്നെ അടിച്ചടിച്ച് ഒരു പരുവാക്കും. എന്ത് ചെയ്യും? ഇല്ല, ഭ്രാന്തായോ ഷെർലിൻ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നീ ഇതുവരെ രക്ഷപ്പെട്ടു വന്നില്ലേ, ഇനി അങ്ങോട്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്റ്റോപ്പ് ഇറ്റ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പൃഥ്വിയുടെ വീട് തന്നെ ഇന്ന് ഈ പൃഥ്വിയെ ഞാനെന്ന് മണ്ണിന്റെ അടിയിലാക്കിയില്ലെങ്കിൽ ജാനകി എന്നുള്ളത് എന്റെ പേരല്ല. വാതിൽ തുറക്ക്. നാശങ്ങളെ, പൃഥ്വി വാതിൽ തുറക്ക്. മനസ്സിലാക്കിക്കോ, നിന്റെ സമയം കഴിഞ്ഞെന്ന്. രക്ഷപ്പെടില്ല ഇനി എന്റെ കയ്യിൽ നിന്ന്. വാതിൽക്കൽ ആരോ ഉണ്ട്. ചിലപ്പോ ജാനകി. പൃഥ്വി
ഹേയ്, ഇല്ല ഇല്ല, ജാനകിയാവാൻ വഴിയില്ല. എന്റെ സ്വപ്നം സത്യമാവാൻ വഴിയില്ല. അവൾ എന്തിനു ഇവിടെ വരണം? പൃഥ്വിയുടെ അച്ഛന്റെ കയ്യിലല്ലേ ഈ വീടിന്റെ താക്കോലുള്ളത്? പിന്നെ അവളെങ്ങനെ നോക്ക് ചെയ്യും? ഈ പാതിരാത്രി ആര് വരാനാ? ഷെർലിൻ, നിനക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്, പോയി നോക്ക് ആരാണെന്ന്. പിന്നെ അതിനുശേഷം ഈ ദുസ്വപ്നം മനസ്സിൽ നിന്ന് പൊക്കോളും. തുറക്ക് കഴിവേറുകളെ, വാതിൽ തുറക്കുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിലില്ലെന്ന. ഷെർലിന്റെ വീട്ടിൽ പോയി നോക്കാം, അവിടെ ചെന്ന് നോക്കാം. തുറക്ക്. ഇവിടെ ആരും ഇല്ലല്ലോ. ഷെർലിൻ, എന്താ പറ്റിയത് നിനക്ക്? ആദ്യം ആ ദുസ്വപ്നം, പിന്നെ ഒരു ഡോറിൽ മുട്ടുന്ന ശബ്ദം, അതും ഇല്ലാത്തത്. ഐ തിങ്ക് എന്റെ തല ടോട്ടൽ ഡാമേജ് ആയെന്നാ. യു ആർ ജസ്റ്റ് എ സ്റ്റുപ്പിഡ് ഗേൾ. എന്തു പറ്റി? കണ്ടപ്പോഴേക്കും ബോധം പോയോ? ഞാൻ ജാനകി തന്നെയാണ്. ഇതെന്തോ ദുസ്വപ്നമാണ്. ഇതൊരിക്കലും സംഭവിക്കില്ല. ജാനകി എന്റെ കൺമുന്നിൽ ഒരിക്കലും വരില്ല. ഇതേതോ സ്വപ്നമാണ്. സ്വപ്നമാണ്. സ്വപ്നമല്ല,